കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ അർച്ചനയും ആൺസുഹൃത്തും തമ്മിൽ ഇന്ന് തർക്കമുണ്ടായി. വീട്ടിൽ വെച്ച് തർക്കമുണ്ടായി. അതിനെ തുടർന്ന് അർച്ചന ഈ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് നമുക്ക് ഫയർഫോഴ്സ് ഡിവിഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മരിച്ച ശിവകുമാർ തന്നെ, അതായത് അർച്ചനയുടെ ആൺസുഹൃത്ത് ശിവകുമാർ തന്നെയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള സോണിയസ് കുമാർ അടക്കമുള്ള സംഘം അവിടേക്ക് എത്തുകയും അർച്ചനയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിക്കുകയും ചെയ്തു. സോണിയസ് കുമാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങി. ആ സമയത്ത് ശിവകുമാർ അവിടേക്ക് എത്തുകയും അതിന്റെ കിണറിന്റെ ആൾമറ തകർന്ന് ഈ ശിവകുമാറും അകത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ദുരന്തം ഉണ്ടായത്. പാറകൾ തലയിൽ വീണതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഫയർഫോഴ്സ് അംഗമായിട്ടുള്ള സോണിയെ ആദ്യം പുറത്തെടുത്തു. പക്ഷേ ആ സമയത്തേക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് അർച്ചനയും ശിവകുമാറും അവരുടെയും ശരീരങ്ങൾ പുറത്തെടുത്തു. ഇരുവരുടെയും മരണം അവിടെ വെച്ച് തന്നെ സംഭവിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണമായത്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്തിയ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ആ മനുഷ്യന്റെ ജീവൻ നഷ്ടമായി. ഈ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ അർച്ചനയുടെ വീട്ടിൽ 3 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ആണ് ആദ്യം ഈ ഫയർഫോഴ്സിന് വഴികാട്ടി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തത്. കൊട്ടാരക്കരയിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും സ്ക്യൂബ ടീമുമാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്.